ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്നലെ 2 ചാപ്റ്ററാണ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നമ്മളുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനും അതേപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും. അടിപൊളിയായിട്ട് എല്ലാ കോൺസെപ്റ്റും അതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തായിരുന്നു, വർക്കൗട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പിറ്റേ ദിവസത്തെ നമ്മുടെ കോണ്ടന്റ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സീറോ ടു ഹീറോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 2 ചാപ്റ്ററിലെ ടോപ്പ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കിടക്കാൻ പോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ സർക്കുലർ ഡിസ്ക് ഉണ്ട്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്. അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.5 മീറ്റർ ആണ്. ഈസ് ബിഗിൻ ടു റൊട്ടേറ്റ് അബൌട്ട് ആൻ ആക്സിസ് നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ. അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. സർക്കുലർ ഡിസ്ക് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. അത് റൊട്ടേറ്റ് ചെയ്യുന്ന എന്ത് തന്നിട്ടുണ്ട്? ആംഗുലാർ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് 1200 റവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റിയിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. കണ്ടുപിടിക്കേണ്ടത് ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി അബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ കണ്ടുപിടിക്കണം. അതായത് കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെന്റാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? നമുക്ക് എല്ലാവർക്കും അറിയാം ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ വേണ്ടി L = I⍵ ചെയ്താൽ മതി അല്ലേ? L = I⍵ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗുലാർ മൊമെന്റം കിട്ടുന്നതാണ്. ആംഗുലാർ മൊമെന്റം L = I⍵. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് L = I⍵. ഇവിടെ ക്വസ്റ്റ്യനകത്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഡിസ്ക് ആണ്. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? L = I എന്ന് പറയുന്നത് mr²/2. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എന്തെന്ന് പറയുന്ന നമ്മളുടെ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ഒമേഗ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ആരൊക്കെ തന്നിട്ടുണ്ട്? യെസ്, മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? മാസ് = 10 കിലോഗ്രാം ആണ് മാസ് എന്ന് പറയുന്നത്, 10 kg. അതേപോലെ തന്നെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത് ഇവിടെ? 0.5 ആണ്, ഡയമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ എത്ര ആയിക്കോട്ടെ? 0.25 അല്ലേ? 0.25 മീറ്റർ ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗ തന്നിട്ടുണ്ട്. ഒമേഗ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒമേഗ തന്നിരിക്കുന്നത് 1200 റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. റെവല്യൂഷൻ പെർ മിനിറ്റിനെ ശ്രദ്ധിക്കും മക്കളെ. റെവല്യൂഷൻ പെർ മിനിറ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം? റേഡിയൻ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. റെവല്യൂഷൻ, ഒരു റെവല്യൂഷൻ എന്ന് വെച്ചാൽ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അതിന് റേഡിയനിലോട്ട് വരുമ്പോൾ 2π റേഡിയൻ ആണ്. അപ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം 2π റേഡിയൻ ആണ്. അപ്പോൾ നമ്മൾ റെവല്യൂഷനെ നമ്മൾ റേഡിയനിലോട്ട് മാറ്റി. ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. ഇനി മിനിറ്റിനെ സെക്കൻഡ് ആക്കണം. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മിനിറ്റ് സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ. ഈ ആൻസർ എല്ലാവരും പഠിച്ചു വെക്കണവേ. ഈ 260 കൊണ്ട് വെട്ടി നമുക്ക് 30 എന്ന് കിട്ടി. അതായത് റെവല്യൂഷൻ പെർ മിനിറ്റിനെ റേഡിയൻ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി മക്കൾ എന്ത് ചെയ്താൽ മതി? π/30 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. π/30 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അത് റേഡിയൻ പെർ എന്തായിട്ട് മാറും? സെക്കൻഡ് ആയിട്ട് മാറും. അപ്പോൾ 1200നെ നമ്മൾ π/30 വെച്ച് എന്ത് ചെയ്യുന്നു മക്കളെ? മൾട്ടിപ്പിൾ ചെയ്തു. 30 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. സോറി, 0 കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടി, 0 എന്ന് കിട്ടി, 40π എന്ന് കിട്ടി. അപ്പം 40π ആണ് ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റി റേഡിയൻ പെർ എന്താണ് മക്കളെ? സെക്കൻഡ് ആണ്. റെഡി അല്ലേടാ? ഇനി നമുക്ക് അടുത്ത എന്താ വേണ്ടത്? യെസ്, എല്ലാം ഉണ്ടല്ലേ. ഇനി L കണ്ടുപിടിച്ചാൽ മാത്രം മതി. L = നമ്മുടെ ഇക്വേഷൻ എന്താണ് മക്കളെ? എമ്മിന്റെ വാല്യൂ എത്ര വന്നിരിക്കുന്നത്? 10 ആണ്. mr², ആറിന്റെ വാല്യൂ 0.25 ആണ്. 0.25ന്റെ സ്ക്വയർ എന്ന് കൊടുക്കാം. mr²/2, 2 എന്ന് വെച്ചാൽ നമുക്കറിയാം 2 തന്നെയാണ്. ഇൻറ്റു എന്താന്നിരിക്കുന്ന mr²/2 ഇൻറ്റു ഒമേഗ. ഒമേഗ 40π ആണ് അല്ലേ? 40π ആണ്. നമുക്ക് ഇതും കട്ട് ചെയ്ത് കളി നമുക്ക് എന്ത് കിട്ടൂടാ? 5 എന്ന് കിട്ടും നമുക്ക്. ഈ 0.25 നമുക്കറിയാം 1/4 ആണ് അല്ലേ? 0.5 എത്ര? 1/2. അപ്പോൾ 0.25 എത്ര ആയിരിക്കും? 1/ എന്തായിരിക്കും മക്കളെ? 4 ആയിരിക്കും അല്ലേ? അപ്പോൾ 1/4ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1/16 എന്ന് വരും. അപ്പോൾ ഒന്നും കൂടെ സിംപ്ലിഫൈ. ഇതിന് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും? L = 1/16 എന്ന് വന്നു. 1/16 എന്ന് വന്നു. ഇൻറ്റു ഒരു 5 ഉണ്ട് മുകളിൽ. പിന്നീട് ഒരു 40π കൂടി ഉണ്ട്. റെഡി അല്ലേടാ? നമുക്ക് വെട്ടിക്കളയാൻ പറ്റൊക്കെ വെട്ടിക്കളയാം. നമുക്കിത് 4 കൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. നോക്കിയാൽ കറക്റ്റ് ആണെന്ന് നോക്കിയാടാ. 4 കൊണ്ട് വെട്ടി ചെയ്ത് കളയാം. അപ്പോൾ 4 16, യെസ്, 5 4 40. റെഡി അല്ലേ? ഇനി നമുക്ക് വേണേൽ വെട്ടിക്കളയാം. ഒന്നുകൂടെ കട്ട് ചെയ്ത് കളയാം. യെസ്, നമ്മൾ ഒന്നുകൂടെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും.
ഇവിടെ നമുക്ക് 2 കിട്ടും, 2 കൊണ്ട് കളയാം. ദെൻ നമുക്ക് എന്താ കിടക്കുന്നത്? യെസ് 25 π/2 എന്ന് കിട്ടി. 25 പകുതി എത്രയാണ്? 12.5 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 12.5 π റേഡിയൻ വേണ്ട, നമുക്ക് ഒന്ന് മാറ്റാം. എന്തിലോട്ട് മാറ്റാം? യെസ് ആംഗുലാർ മൊമെന്റം ആണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ എന്താണ് സെക്കൻഡ്. ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് നമ്മൾ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിച്ചു. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കൈനറ്റിക് എനർജിയാണ്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി യെസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ് അല്ലേ? ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് I ഒമേഗ, നമുക്ക് ജസ്റ്റ് ഇവനെ ഞാൻ ഒന്ന് മാറ്റാൻ പോവാണേ. ഇതിനെ നമുക്ക് ആംഗുലാർ മൊമെന്റ് ഓൾറെഡി നമുക്ക് കിട്ടിയില്ല, ആംഗുലാർ മൊമെന്റത്തിന്റെ ടൈമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി സാർ എന്ത് ചെയ്യുന്നു? ഈ ഒമേഗാനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു. ഞാൻ ഇനി ഇങ്ങനെ എഴുതുവാണ്, ഹാഫ് ഇൻറ്റു I ഇൻറ്റു ഒമേഗ ഇൻറ്റു ഒമേഗ. ഇങ്ങനെയൊന്നും ചെയ്യണം നിർബന്ധമില്ല. ഡയറക്റ്റ് ആ ഇക്വേഷനോട്ട് എല്ലാ വാല്യൂ എല്ലാം ഉണ്ട്. ഐയുടെ വാല്യൂ അറിയാം, ഒമേഗയുടെ വാല്യൂ അറിയാം, ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ സാധനം നമുക്കറിയാം I ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ മൊമെന്റം ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എൽ ഒമേഗ നമുക്ക് ഇങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ 12.5 ഇൻറ്റു പൈ ആണ്. ഒമേഗയുടെ വാല്യൂ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയതാണ്. എത്രയായിരുന്നു ഒമേഗയുടെ വാല്യൂ? 40 പൈ ആണ് അല്ലേ? 40 പൈ ആണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? 20 പൈ എന്ന് കിട്ടി. 20 പൈ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 125 എന്ന് കിട്ടും. 125 കൊണ്ട് 250 ആണ്. 250 പൈ സ്ക്വയർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്ന ആൻസർ കിട്ടുന്നത്. 250 പൈ സ്ക്വയർ ഈസ് റൈറ്റ് ആൻസർ, ജൂളിലാണ്. ഓക്കെ, ഇനി പൈ സ്ക്വയറിന്റെ വാല്യൂ ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് അടിച്ചു കൊടുക്കാം. 3.14 × 3.14 × 250 നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. ഈ രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, അടിപൊളി ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും എക്സാമിന് ഇത് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് പഠിച്ചു വെക്കണം നിങ്ങൾ? ആ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv² ആണ്. അതിനൊന്ന് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. ഹാഫ് ഇൻറ്റു എമ്മിന് പകരം I വരും, വിക്ക് വരും, ഒമേഗ വരും. ഇനി മൊമെന്റം കണ്ടുപിടിക്കാൻ പറഞ്ഞു, ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ പറഞ്ഞു. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? mv ആണ്. അപ്പോൾ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? എമ്മിന് പകരം I വരും, വിക്ക് വരും, ഒമേഗ വരും. അപ്പോൾ L = I ഒമേഗ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ, നമ്മുടെ എൻഡ് ഗെയിം ക്ലാസ്സുകൾ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഓഫർ ഉണ്ട്, 15% ഓഫർ ഉണ്ട്. 1998 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നമ്മുടെ ഓഫർ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എൻഡ് ഗെയിമിൻ്റെ അഡ്മിഷൻ എടുക്കാൻ ആരെങ്കിലും ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ എടുക്കാമെന്നാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ മറ്റേ 2350 പ്രൈസിലോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് +1 മുഴുവൻ മാർക്ക് എന്ത് ചെയ്യാം മക്കളെ അടിച്ചെടുക്കാം. അതിനുള്ള എല്ലാ പരിപാടികളും ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും എൻഡ് ഗെയിമിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാത്ത എല്ലാ മക്കളും എന്ത് ചെയ്യുക? എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. ഓക്കെ അല്ലേ? യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. നമ്മുടെ സെൻട്രോമാസുമായിട്ട് ബന്ധപ്പെട്ട അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് നമുക്കിത് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം റെഡി അല്ലേ? ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ വെർട്ടീസസിലായിട്ട് 3 മാസുകളെ പ്ലേസ് ചെയ്തിരിക്കുന്നു. 100 ഗ്രാം, 150 ഗ്രാം, 200 ഗ്രാം. ആ ട്രയാങ്കിളിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 0.5 മീറ്റർ ആണ്. കണ്ടുപിടിക്കേണ്ടത് സെൻട്രോമാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടീസിലായിട്ടാണ് നമ്മൾ മാസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു മാസിനെ നമ്മൾ ഒറിജിനൽ എപ്പോഴും ഒറിജിനൽ ഒരു മാസിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാസിന്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് 0 ആയിട്ട് എടുക്കാം. അടുത്ത മാസിനെ നമ്മൾ എക്സ് ആക്സിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അവിടെ നമുക്കറിയാം എക്സ് ആക്സിൽ വൈ കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ 200 ഗ്രാമിൻ്റെ എക്സും വൈയും ഒക്കെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സ് കൊണ്ട് എക്സ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എക്സും വൈയും നമ്മുടെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയടാ. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും. നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? യെസ്, ദിസ് ഈസ് ദ എക്സ് കോർഡിനേറ്റ്, ദിസ് ഈസ് എക്സ് കോർഡിനേറ്റ് ആൻഡ് ദിസ് ഈസ് ദ വൈ കോർഡിനേറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.25 ആണ്. എക്സ് കോർഡിനേറ്റ് 0.25 ആണ്. അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്കിത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. റെഡി അല്ലേടാ? അതായത് നമ്മുടെ ഇത് വൈ ആണ്. യെസ്, അപ്പോൾ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി, ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് നമുക്കറിയാം 0.5 ആണ്. അതേപോലെ ഈ താഴത്തെ സൈഡ് നമുക്കറിയാം അത് 0.25 ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ടോപ്പ് മോസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ
ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഒരു പോയിന്റിനെ എന്ത് വിളിച്ചു? ഞാൻ ബി എന്നും, ഈ ഒരു പോയിന്റ് ബി എന്നും, ഈ ഒരു പോയിന്റ് ഞാൻ ഡി എന്നും വിളിച്ചു. ബി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈതഗോറസ് തിയറം അനുസരിച്ച് ബി ഡി ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് 0.5 സ്ക്വയർ മൈനസ് 0.25 എന്ത് വരും മക്കളെ? സ്ക്വയർ വരും. നിങ്ങൾ കാൽക്കുലേറ്റർ കയ്യിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നറിയാവണം. അല്ലെങ്കിൽ വേണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 0.5 ഞാൻ ഇങ്ങനെ മാറ്റൂ, 1/2 ആണ്. അപ്പോൾ ഇവിടെ 1/4 എന്ന് എഴുതാം. മൈനസ് 0.25 എന്ന് വെച്ചാൽ 1/4 ആണ്. അപ്പോൾ അത് 1/16 എന്ന് വരും സ്ക്വയർ എടുക്കുമ്പോൾ. അപ്പോൾ നോക്കിയാൽ 16 - 4 എന്ന് പറയുമ്പോൾ 12 കിട്ടും നമുക്കിവിടെ. 16 - 4 12 ആണ്. ഡിവൈഡ് ബൈ 4 ഇൻറ്റു എന്ത് വരും ഇവിടെ? 16 എന്ന് വരും. 4 × 16 എന്ന് വരും. 4ൻ്റെ റൂട്ട് 2 ആണ്. 16ൻ്റെ റൂട്ട് നമുക്കറിയാം 4 ആണ്. അപ്പോൾ 2 × 4 8 എന്ന് വെളി വരും. അതേപോലെ തന്നെ 12നെ നമുക്ക് എന്താക്കി മാറ്റാം? 12നെ നമുക്ക് 3 × 4 ആക്കാം. 4ൻ്റെ റൂട്ട് 2 ആണ്. 2 ചാടി വെളി വരും. അല്ലെ നമുക്ക് അതൊക്കെ ഇവിടുന്ന് ഡയറക്റ്റ് വെട്ടിക്കളയാം അല്ലേ? നമുക്ക് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ഇവിടെ 3 കിട്ടും, ഇവിടെ 1 കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആൻസർ കിട്ടും 3/√3 എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. √3/4 എന്ന് വെച്ചാൽ 0.25√3 ആണ്. യെസ്, നമുക്ക് അവിടുത്തെ y കോർഡിനേറ്റ് കിട്ടി. 0.25√3 ആണ് അവിടുത്തെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇനി സിമ്പിളാണ്. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. സെൻട്രൽ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്? m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ദ ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 ആണ് അല്ലേ? ഓരോന്ന് നോക്കാം അല്ലേ? ആദ്യം നമുക്ക് നോക്കാം. m1 100 ആണ്. 100 അവിടുത്തെ എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് എഴുതണ്ട. പ്ലസ് m2 എന്ന് വെച്ചാൽ 150 ആണെന്ന് ഐ തിങ്ക് സോ. 150 ആണ്. 150 അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0.5 ആണ് അല്ലേ? 150 ഇരിക്കുന്ന എക്സ് കോർഡിനേറ്റ് 0.5 ആണ്. ദെൻ അടുത്തത് പ്ലസ് അടുത്ത എത്രയാണ്? 200 അല്ലേ? 200 ഇൻറ്റു അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0.25 ആണ്. 0.25 ആണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ മക്കളെ? ദ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, അതായത് 100 പ്ലസ് 150 പ്ലസ് 200 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 150ൻ്റെ പകുതി 75 പ്ലസ് 200/4 50 ഡിവൈഡഡ് ബൈ 200ഉം 350 450 വിച്ച് ഈസ് ഈക്വൽ ടു 125/450. നമുക്കിതിനെ 25 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 5/18 കിട്ടി. 25 കൊണ്ട് കട്ട് കളയുമ്പോഴത്തേക്കും 5/18 ഇസ് റൈറ്റ് ആൻസർ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടി. ഓക്കെ, എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കുന്നത് അപ്പോൾ മീറ്ററിലാണ്. അപ്പോൾ മീറ്ററിന് കൊടുക്കാം. ഇനി നമുക്ക് y കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. y കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ നമുക്കറിയാം. m1 y1 പ്ലസ് m2 y2 പ്ലസ് m3 y3 ദ ഹോൾ ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. m1 100 ആണ്. y കോർഡിനേറ്റ് 0 ഉണ്ടോ? അതാണ് ഒറിജിനൽ മാസ് വെച്ചുള്ള ഗുണം. ദെൻ അടുത്ത് എന്താണ്? m2 150 ആണ്. y കോർഡിനേറ്റ് 0 ആണ്. രക്ഷപ്പെട്ടു, 2 അങ്ങ് പോയി കിട്ടി. ഇനി അടുത്തത് m3 എന്ന് പറഞ്ഞ 200 ആണ്. അവിടുത്തെ y കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 0.25√3 ആണ്. ദ ഹോൾ ഡിവൈഡ് ബൈ 450. ഓക്കെ അല്ലേ? നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ 0.25 എന്ന് വെച്ചാൽ നമുക്കറിയാം 1/4 ആണ്. കട്ട് ചെയ്ത് കളഞ്ഞാൽ 50 എന്ന് കിട്ടും. അപ്പോൾ 50√3 ഡിവൈഡ് ബൈ 450 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 9 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ √3/9 എന്ന് എഴുതാം. √3/9 എന്ന് എഴുതാം. അപ്പോൾ √3 എന്താണ്? √3 ഇൻറ്റു 3 എന്ന് എഴുതാം. 9 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് √3 കട്ട് ചെയ്ത് കളയാം. 1/3√3 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് നമ്മൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റും അതേപോലെ y കോർഡിനേറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എത്രയൊക്കെയാണ്? 5/18ഉം 1/3√3. ഓക്കെ അല്ലേടാ?
യെസ്, അടിപൊളിയായിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. യെസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു മീറ്റർ സ്കെയിലുണ്ട്. ആ മീറ്റർ സ്കെയിലിനെ ഞാൻ ഒരു പിച്ചാത്തി ഉപയോഗിച്ചുകൊണ്ട്, നൈഫ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ബാലൻസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വെൻ 2 കോയിൻ 5 ഗ്രാം ഭാരമുള്ള 2 കോയിനെ ഞാൻ അതിൻ്റെ അപ്പുറത്തെ എൻഡിൽ വെച്ചിരിക്കുന്നു. 12 സെൻറ്റിമീറ്റർ മാർക്ക്, അതായത് നമ്മുടെ മീറ്റർ സ്കെയിലിനകത്ത് 12 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്ത് ഞാൻ 2 കോയിനെ പ്ലേസ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാലൻസിങ് പോയിന്റ് മാറ്റി. നമുക്കറിയാം ഇപ്പോൾ കൃത്യം നടുക്ക് വെച്ചാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് അല്ലേ. ഒരു 1 മീറ്റർ സ്കെയിലാണെങ്കിൽ കൃത്യം 50 സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. നമ്മൾ ഒരിടത്തോട്ട് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസിങ് പോയിന്റ് ആ ഒരു പൊസിഷനിലോട്ട് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. നമുക്കറിയാവുന്നതാണ് സെൻട്രൽ മാസ് എപ്പോഴും ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, ഹെവിയർ മാസിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ ആ ഒരു ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അല്ല, ഫിഗർ വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മീറ്റർ സ്കെയിൽ. ഓക്കെ അല്ലേടാ, ഇതാണ് നമ്മുടെ മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ മീറ്റർ സ്കെയിലിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു 0 തുടങ്ങുന്നു, 100 അവസാനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൃത്യം നടുവ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ 50 ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ എവിടെയാണ് കോയിൻ വെച്ചിരിക്കുന്നത്, 12 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ ഇവിടെ എവിടെയായിരിക്കും 12 സെൻറ്റിമീറ്റർ, ജസ്റ്റ് കാണിക്കുവാണേ, എക്സാക്റ്റ് ഒന്നും അല്ല, ജസ്റ്റ് സിംപ്ലി 12 സെൻറ്റിമീറ്റർ ഇവിടെ അസ്യൂം ചെയ്യുക. ഇവിടെയാണ് നമ്മൾ 2 കോയിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ 2 കോയിൻ ഇവിടെ ഇരിപ്പുണ്ട്. യെസ്, 2 കോയിൻ 5 ഗ്രാം ഭാരമുള്ള 2 കോയിനാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. റെഡി അല്ലേടാ? യെസ്, അപ്പോൾ നമ്മുടെ ബാലൻസിങ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്തു. 45 സെൻറ്റിമീറ്ററിലോട്ട് നമ്മുടെ ബാലൻസിങ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നമ്മുടെ നൈഫിനെ വെക്കുന്നത് എവിടെയാണ്, ഇവിടെ നൈഫിനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ പോയിന്റ് 45 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഓൾറെഡി ഇവിടുത്തെ ഒരു മാസ് ഉണ്ട്, കോയിൻ്റെ ഒരു മാസ് ഉണ്ട്. അതുപോലെ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ, താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഞാൻ ആ ഫോഴ്സ് വരക്കുവാണ്. ദിസ് ഫോഴ്സ് ഈസ്, ഇത് നമുക്ക് W1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ F1 എന്ന് വിളിക്കാം. നമുക്ക് ഇഷ്ടമുള്ള W1 കൺഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, F1 എന്ന് വിളിക്കാം. യെസ്, F1 ഈസ് ഈക്വൽ നമുക്കറിയാം mg ആണ്. അപ്പോൾ 2mg എന്ന് കൊടുക്കാം, 2 × m1g എന്ന് കൊടുക്കാം. ഈ m1 എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ മാസാണ്. റെഡി അല്ലേടാ? ഇനി അടുത്തത് നമുക്കറിയാം ഇവിടുന്ന് ഒരു ടോർക്ക് ഉണ്ടാവും. ഇനി ഇവിടുത്തെ ടോർക്ക് വേണ്ടേ, ആ ടോർക്ക് റിലീസ് ചെയ്യുന്ന ആരാണ്? ഇത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഫോഴ്സ് ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു ടോർക്ക് ഉണ്ട്. ഇനി അടുത്ത എന്താണ്, ഈ സ്കെയിലിൻ്റെ മാസ് മൂലമാണ് അടുത്ത ടോർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ സ്കെയിലിൻ്റെ സെൻട്രൽ മാസ് ഇവിടെ നമുക്കറിയാം, സ്കെയിലിൻ്റെ സെൻട്രൽ മാസ് വരുന്നത് കൃത്യം ഇവിടെ ആയിരിക്കും അല്ലേ, ഇവിടെ ആയിരിക്കും സ്കെയിലിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. സ്കെയിലിൻ്റെ സെൻട്രൽ മാസ് ഇവിടെ വരുന്നു. അതിന് നമുക്ക് എന്ത് വിളിക്കാം, F2 എന്ന് വിളിക്കാം. അതെന്തായിരിക്കും, സ്കെയിലിൻ്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി. അപ്പോൾ M1 എന്ന് പറയുന്നത് മാസ് ഓഫ് കോയിൻ ആണ്. മാസ് ഓഫ് കോയിൻ ആണ്. നമുക്കതിനെ എന്ത് വിളിക്കാടാ, 5 കിലോഗ്രാം ആണ്. 5 ആണ്. 5 × 10⁻³ കിലോഗ്രാം. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് സ്കെയിലാണ്. അപ്പോൾ സ്കെയിലിൽ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, 50 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ സ്കെയിലിൻ്റെ മാസ് കണ്ടുപിടിക്കേണ്ടതാണ്. അത് നമുക്ക് ക്യാപിറ്റൽ M എന്ന് കൊടുക്കാം. ഇത് നമുക്ക് ഗ്രാമിൽ തന്നെ ഇട്ട് ചെയ്യാവേ. അവസാനം കിട്ടുന്ന ആൻസറും ഗ്രാമിലായിരിക്കും എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗ്രാമിൽ തന്നെ ചെയ്യാം. അവസാനം കിട്ടുന്ന ആൻസറും ഗ്രാമിലായിരിക്കും, കുഴപ്പമില്ല. യെസ്, റെഡി? ഇനി കിലോഗ്രാമിൽ ചെയ്യണം നിർബന്ധമാണ്, അങ്ങനെ ചെയ്തോ, അവസാനത്തെ ആൻസറും കിലോഗ്രാമിൽ കിട്ടുമെന്നേ ഉള്ളൂ. ഇനി നമുക്കറിയാം പ്രിൻസിപ്പിൾ മൊമെന്റ് അനുസരിച്ച് നമുക്ക് D1 D2 വേണം അല്ലേ. യെസ്, ഇതാണ് നമ്മളുടെ D1, ഇതാണ് നമ്മളുടെ D2. റെഡി അല്ലേടാ മക്കളെ? റെഡി അല്ലേ? അപ്പോൾ D1ന്റെ ലെങ്ത് നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്, 12 നിന്നും 45 വന്നിരിക്കുന്നത്. 12 നിന്നും 45 വന്നിരിക്കുന്നത്. അപ്പോൾ 12 നിന്ന് 45 അല്ലേ, അതായത് ഇവിടെ മുതൽ ഇവിടെ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം 45 ഇവിടെ മുതൽ ഇവിടെ 12 അപ്പോൾ 45 നിന്ന് 12 കുറച്ചാൽ മതി. 45 - 12 എന്ത് കിട്ടും നോക്കിയടാ, ഇവിടെ നമുക്ക് 3 കിട്ടും, ഇവിടെ നമുക്ക് 3 കിട്ടും. 33 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 33 സെൻറ്റിമീറ്റർ D1 കിട്ടി. ഇനി D2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? D2 എന്തായിരിക്കും എടാ? D2 സിമ്പിളാണ്, 5 സെൻറ്റിമീറ്റർ അല്ലേ, സിമ്പിളാണ്. D2 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. D2 5 സെൻറ്റിമീറ്റർ. ഇനി സിമ്പിളാണ്, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അനുസരിച്ച് നമുക്കറിയാം എന്തായിരിക്കും, M1 D1 = M2 D2 ആണ് അല്ലേ. M1 D1 = M2 D2 ആണ്. സോറി, M1 D1 അല്ല, F1.
നോക്കടാ മക്കളെ, F1D1 is equal to F2D2. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് പറയുന്നത്. F1ന്റെ വാല്യൂ നമുക്കറിയാം 2m1g ആണ്. 2 into m1g into d1 is equal to mg into എന്താ മക്കളെ d2 വരും. നമുക്ക് m കട്ട് ചെയ്ത് കളയാം. സോറി, m അല്ല, ജിയും ജിയും കട്ട് ചെയ്ത് കളയാം. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into മാസ് ഓഫ് ദി കോയിൻ 5 gram ആണ്. കൺവേർട്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഗ്രാമിൽ തന്നെ ചെയ്താൽ മതി. d1 ഡിസ്റ്റൻസിനെയും സെന്റിമീറ്റർ തന്നെ ഇട്ടാൽ മതി, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഇനി കൺവേർട്ട് ചെയ്താലും കിട്ടും, ചെയ്താലും കിട്ടും. 33 കൊടുക്കാം. ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ M ആണ് കണ്ടുപിടിക്കേണ്ടത്. d2 എന്ന് പറയുന്നത് 5 ആണ്. എന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യാതിരുന്നത്? മറ്റൊന്നുമല്ല, ഇവിടെ നമ്മൾ 10⁻² കൊടുത്താൽ ഇവിടെ നമ്മൾ 10⁻² കൊടുക്കും, കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് d2 5 ആണ്. നമുക്ക് 5ഉം കട്ട് ചെയ്ത് കളയാം. 66 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 66 gram എന്ന് കിട്ടി. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ നിന്നും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനോട് കിടക്കാം. നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെഡിയല്ലേ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാലോ? ഓക്കെ അല്ലേ? റെഡിയല്ലേടാ? യെസ് നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിക്കുക. ഒരു സ്റ്റീൽ വയർ ഉണ്ട്, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഒരു സ്റ്റീൽ വയറിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാടാ? 4.7 അല്ലേ? 4.7 ആണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. 4.7 ആണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 10⁻⁵ ആണ്. ഇത് 10⁻⁵ ആണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രെച്ച്ഡ് ബൈ ദി സെയിം എമൗണ്ട് ഓഫ് കോപ്പർ വയർ ഓഫ് ലെങ്ത്. നമ്മുടെ കയ്യിൽ 2 വയറുണ്ട്, ഒരു സ്റ്റീൽ വയറും ഉണ്ട്, അതേപോലെ തന്നെ ഒരു കോപ്പർ വയറും ഉണ്ട്. കോപ്പർ വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. യെസ്, അണ്ടർ എ ഗിവൺ ഫോഴ്സ്. രണ്ടിലും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? സെയിം ഫോഴ്സ് ആണ്. നമ്മൾ രണ്ടിലും കൊടുക്കുന്ന ഫോഴ്സ് സെയിം ആണ്. വാട്ട് ഈസ് എ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു ദാറ്റ് ഓഫ് കോപ്പർ? അതായത് സ്റ്റീലിൻ്റെയും അതേപോലെ തന്നെ കോപ്പറിൻ്റെയും യങ്സ് മോഡുലസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? y ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L. ഇതാണ് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എഴുതാം. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ സ്റ്റീലിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ലോഡ് രണ്ടിടത്തും സെയിം ആണെന്ന് പറയുന്നുണ്ട്. അണ്ടർ എ ഗിവൺ ലോഡ്, അതായത് ഈ സ്റ്റീലിലും കോപ്പറിലും നമ്മൾ കൊടുക്കുന്ന ലോഡ് സെയിം ആണ്, അതായത് F സെയിം ആണ്, ഫോഴ്സ് സെയിം ആണ്. ലെങ്ത് നോക്കിയടാ, സ്റ്റീലിൻ്റെ ലെങ്ത് നമുക്ക് LS എന്ന് വിളിക്കാം, ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ല, സ്റ്റീലിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, അതേപോലെ തന്നെ AS എന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഡെൽറ്റ L വേണമല്ലോ, ഡെൽറ്റ L വേണ്ടല്ലോ. ശ്രദ്ധിക്കുക, അവിടെ പറയുന്നുണ്ട്, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? സ്ട്രെച്ചസ് സെയിം എമൗണ്ട്, സ്ട്രെച്ചസ് ബൈ എ സെയിം എമൗണ്ട്. നോക്കിയടാ, അവരെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്, വലിച്ചു നീട്ടുന്ന സെയിം എമൗണ്ടിലാണ്. അത് ഡെൽറ്റ L സെയിം ആണെന്ന്. കോപ്പറിനെ വലിച്ചു നീട്ടുന്ന അതേ ലെങ്ത് തന്നെ നമ്മൾ സ്റ്റീലിനെ വലിച്ചിടുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ L സെയിം ആണ് എൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഗിവൺ ഫോഴ്സ് സെയിം ആണ്, സ്റ്റീലിനും കോപ്പറിനും ഫോഴ്സ് സെയിം ആണ്, അതേപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുന്ന ലെങ്ത് സെയിം ആണ്. ഇത് രണ്ടും സെയിം ആണ്. ഇനി നമുക്ക് അടുത്ത എഴുതാം. ആരാണ്? കോപ്പറിൻ്റെ ആണല്ലേ. കോപ്പറിൻ്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് സെയിം തന്നെയാണ്. ഇതെന്ത് വരും? കോപ്പറിൻ്റെ ലെങ്ത് വരും, കോപ്പറിൻ്റെ ഏരിയ വരും, അതേപോലെ തന്നെ കോപ്പറിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 2 റേഷ്യോ എടുത്താലോ? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ. അതല്ല നമുക്ക് കണ്ടുപിടിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ റേഷ്യോ അല്ലേടാ? ആ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്തേ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റീലിൻ്റെ എടുക്കുന്നു, FLS ഡിവൈഡഡ് ബൈ AS ഡെൽറ്റ L ദ ഹോൾ ഡിവൈഡഡ് ബൈ F കോപ്പർ ഡിവൈഡഡ് ബൈ A കോപ്പർ ഡെൽറ്റ L. നമുക്ക് ഫോഴ്സ് സെയിം ആണെന്ന് പറയുന്നുണ്ട്, ഇലോങ്ങേഷൻ സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ എടുക്കണം. ശ്രദ്ധിക്കുക, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് കിട്ടി? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? ഈ ചേട്ടൻ ചാടി മുകളിൽ കയറും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഈ ചേട്ടൻ മുകളിൽ കയറും, L താഴെ വരും. അപ്പോൾ LS
എ കോപ്പർ ഡിവൈഡ് ബൈ എൽ കോപ്പർ എ എന്ത് വരും, സ്റ്റീൽ. ഇങ്ങനെ വരും അല്ലേ? റെഡി അല്ലേടാ? എല്ലാം ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് സ്റ്റീൽ വയർ 4.7 ആണ്. ഇൻറ്റു ഏരിയ ഓഫ് ദി കോപ്പർ വയർ എന്ന് പറയുന്നത് 4 × 10⁻⁵. 4 × 10⁻⁵ ആണ്. ലെങ്ത് ഓഫ് കോപ്പർ വയർ എന്ന് പറയുന്നത് 3.5 ആണ്. 3.5 ആണ്. അതേപോലെ തന്നെ ഏരിയ ഓഫ് ദി കോപ്പർ വയർ എന്ന് പറയുന്നത് സ്റ്റീൽ വയർ എന്ന് പറയുന്നത് 3 × 10⁻⁵ ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യണം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. എന്താണ് സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയും യങ്സ് മോഡുലസിൻ്റെ റേഷ്യോ എന്ത് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. ശരിയാണെങ്കിൽ ഞാനവിടെ ശരിയാണെന്ന് പറയുന്നതായിരിക്കും. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഈ 2 ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു സെക്ഷനിൽ നമുക്ക് യങ്സ് മോഡുലസിൻ്റെയും ബൾക്ക് മോഡുലസിൻ്റെയും അതേപോലെ തന്നെ ഷിയറിംഗ് മോഡുലസ് ഉണ്ടല്ലോ, ഈ 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെയും ഇക്വേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഗിവൺ ഡേറ്റാസ് ഒക്കെ ക്വസ്റ്റ്യൻ തരും, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇട്ട് കൊടുക്കുക, വേറെ പരിപാടിയൊന്നും ചെയ്യേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാരോട് നിങ്ങൾ ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതിലെല്ലാവർക്കും ബൈ ബൈ.